15 വർഷം മുമ്പുള്ള ഒരു സീനാണ്. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം തമിഴകത്ത് സജീവ ചർച്ചയായിരുന്ന സമയം. രജനിയെ അറിയുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, തലൈവർക്ക് രാഷ്ട്രീയത്തിലിറങ്ങാനാകില്ല, അദ്ദേഹവും രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ ഒത്തുപോകില്ല. മറ്റു ചിലരാകട്ടെ തലൈവർ ആഗ്രഹിച്ചു വന്നാൽ സ്വാഗതം ചെയ്യാം, പക്ഷേ വരുമോ എന്ന് സംശയമാണെന്ന് പ്രതികരിച്ചു. അന്ന് സംശയമേതുമില്ലാതെ ഉറച്ച ശബ്ദത്തിൽ തലൈവർ രാഷ്ട്രീയത്തിലിറങ്ങണമെന്നാവശ്യപ്പെട്ടത് ഒരാൾ മാത്രമാണ്, വിജയ്. രജനി ആരാധകനായ അണ്ണാമലയിലെ രംഗം അഭിനയിച്ച് വീട്ടുകാരെ അഭിനയമോഹം അറിയിച്ച, തലൈവരുടെ വഴിയെ സിനിമയിൽ നടക്കാൻ ആഗ്രഹിച്ച ദളപതി വിജയ്. രജനിയെപ്പോലെ ആകാൻ ആഗ്രഹിച്ച വിജയ് സിനിമയിൽ രജനിക്കൊപ്പം എത്തി. ഇപ്പോൾ രജനി പലകുറി പാതി വഴിയിൽ ഉപേക്ഷിച്ച രാഷ്ട്രീയ യാത്ര ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ തീരുമാനം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. വിജയ് മക്കൾ ഇയക്കത്തിന്റെ രൂപീകരണം മുതൽ ആ സംഘടന നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള ചുവടുവയ്പ്പുകൾ കൂടിയായിരുന്നു. വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക കൂട്ടായ്മ സംഘടനാ തലത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടിയായി മാറി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടും വർഷങ്ങളായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ 100-ലേറെ സീറ്റും നേടിയിട്ടുണ്ട്. യുവാക്കൾ തന്നെയാണ് എക്കാലവും വിജയുടെ പ്രതീക്ഷ. വോട്ടിന് പണം നൽകരുതെന്നും അംബേദ്കറെയും അബ്ദുൽ കലാമിനെയും കണ്ടുപഠിക്കാൻ പറയുന്നതും യുവാക്കളോടാണ്. യുവാക്കളിലൂടെ കുടുംബങ്ങളിലേക്ക് എന്നതാകാം ലക്ഷ്യം. 70 വർഷത്തിലേറെ പാരമ്പര്യമുള്ള 2 വലിയ പാർട്ടികളാണ് തമിഴക വെട്രി കഴകത്തിന്റെ മുഖ്യ എതിരാളികൾ. 5% വോട്ട് നേടുന്ന ഒട്ടേറെ ചെറു പാർട്ടികൾ വേറെയുമുണ്ട്. 30 മുതൽ 35% വരെയുള്ള പാരമ്പര്യ വോട്ട് ബാങ്കാണ് തമിഴകത്ത് DMKയുടെ മുതൽക്കൂട്ട്. DMK വിരുദ്ധ വോട്ടുകളിലാണ് AIADMKയുടെ സാധ്യത. ഈ സമവാക്യങ്ങളൊക്കെ മാറിമറിയണമെങ്കിൽ ഇതുവരെ ഒപ്പം നടന്ന DMKയെ വിജയ് ആദ്യം മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കണം. ഈ സർക്കാരിനെതിരെ ഇതുവരെ ഇല്ലാതിരുന്ന ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി വിജയ് മാറേണ്ടി വരും. പ്രളയ ദുരിതത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിയെങ്കിലും സർക്കാരിനെതിരെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പാർട്ടി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആശയ വ്യക്തത വരുത്തേണ്ടതും നേതൃപാഠവും തെളിയിക്കേണ്ടതും വിജയുടെ ഉത്തരവാദിത്തമാണ്. ശക്തമായൊരു രാഷ്ട്രീയ ബദലാണെന്ന വിശ്വാസം നേടിയെടുക്കാനായാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടമെങ്കിലും സാധ്യമാകൂ. MGRും കരുണാനിധിയും ജയലളിതയും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി വിജയിച്ച മാതൃകകളാണെങ്കിൽ, ശിവാജി ഗണേശൻ മുതൽ കമൽഹാസനും ശരത് കുമാറും വരെയുള്ള പരാജിതരും പാഠപുസ്തകങ്ങളായി വിജയ്ക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇത് മാത്രം മതിയാകില്ല ദ്രാവിഡ മണ്ണിൽ ചുവടുറപ്പിക്കാൻ. ജനപ്രിയനായ MGRും കുശാഗ്ര ബുദ്ധിയുള്ള കരുണാനിധിയും പവർ പൊളിറ്റിക്സ് പയറ്റിയ ജയലളിതയും അത്ര എളുപ്പത്തിൽ അധികാരത്തിലെത്തിയവരല്ല. തലമുറ മാറ്റത്തിൽ മുതലമച്ചറായി വന്നതല്ല സ്റ്റാലിനും. അതുകൊണ്ട് ഒരു വിജയ് സിനിമ വിജയിക്കുന്നത് പോലെ ലളിതമാകില്ല ആരാധകർക്കും കാര്യങ്ങൾ. 2026-ൽ സർക്കാർ ഉണ്ടാക്കാനാകുമോ എന്നതിനേക്കാളും 2031-ലെ വെട്രിയാകും വിജയ് ലക്ഷ്യം വെക്കുന്നത്. അവസരങ്ങളുടെ കലയാണല്ലോ രാഷ്ട്രീയം, അവിടെ എന്തും സംഭവിക്കാം.